കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം വരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ മഹാ അത്ഭുത കഥകളും ഭഗവാന്റെ പരമ ശിഷ്യന്മാർ ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും സത്യാന്വേഷികളായിട്ടുള്ള ആൾക്കാരെ, ഗുരു ഭക്തന്മാരെ ആശ്രമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ ചാനലിലൂടെ ചെയ്തു വരുന്നത്. അങ്ങനെ നമ്മൾ വളരെ ഭക്തരായിട്ടുള്ള ഭഗവാന്റെ ആൾക്കാരെ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയും കൂടെ ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് രാജേന്ദ്ര സ്വാമികളാണ്. അദ്ദേഹത്തിനെ ഇപ്പോൾ നമ്മളെ ആശ്രമ ബന്ധുക്കൾക്കെല്ലാം അറിയാം. കാരണം അദ്ദേഹം അത്ര സന്യാസ ശ്രേഷ്ഠനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സന്യാസ സമൂഹത്തെ തന്നെ അദ്ദേഹം വളർത്തിക്കൊണ്ട് വരികയാണ്. സന്യാസ സദസ്സുകൾ അദ്ദേഹത്തിൻ്റെ ആശ്രമം തന്നെ ഉണ്ട്. ശരിക്ക് സനാതന സത്സംഗാശ്രമം എല്ലാവർക്കും അറിയാം. കരിപ്പൂരാണ് സ്വാമിയുടെ ആശ്രമം. ശരിക്ക് ഭഗവാന്റെ ഭക്തരിൽ എനിക്ക് തോന്നുന്നത് സ്വന്തമായി ആശ്രമമുള്ളത് സ്വാമിക്ക് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. നമ്മളൊക്കെ ഭക്തരാണെങ്കിലും അതുപോലെ ആശ്രമവും മറ്റ് കാര്യങ്ങളില്ല. പലരും ആശ്രമമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിത്യപൂജയും നിത്യപ്രാർത്ഥനയും സത്സംഗങ്ങളും സന്യാസ സമൂഹത്തെ ഒന്നിപ്പിച്ചുകൊണ്ടുള്ള പരിപാടികളും ഒക്കെ സ്വാമി നടത്തി പോകുന്നത് പോലെ എനിക്ക് തോന്നുന്നില്ല ഇന്ന് ആരും നടത്തി പോകുന്നു എന്ന്. അങ്ങനെ ഇന്ന് സ്വാമിയാണ് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. പണ്ടൊരിക്കൽ നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കൊണ്ട് എത്ര പറയിച്ചാലും അത് ഭക്തർക്ക് തികയില്ല. പല ഭക്തന്മാരും സ്വാമിയുടെ പ്രഭാഷണം വീണ്ടും വേണം എന്ന് എൻ്റെ കൂടെ പല പ്രാവശ്യം ആവശ്യപ്പെട്ടു. സ്വാമിയുടെ സമയപരിമിതി കൊണ്ടും അദ്ദേഹം വലിയ തിരക്കിലാണ്. ഒരു ആശ്രമം നടത്തിക്കൊണ്ട് പോകുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുഴുകിയിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പലപ്പോഴും ഭക്തരുടെ അഭ്യർത്ഥന മാനിച്ചിട്ടും കിട്ടാവുന്നു. അങ്ങനെ ഇന്ന് അദ്ദേഹം നമുക്ക് അതിഥിയായി വന്നിരിക്കുകയാണ്. ഭഗവാന്റെ ചാനലിൽ ഭഗവാനെക്കുറിച്ചും ആധ്യാത്മിക കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സ്വാമി. നമസ്കാരം. അപ്പോൾ ഭക്തർക്ക് വേണ്ടി കാര്യങ്ങൾ പറഞ്ഞു.
പരമഗുരുവായ കാരുണ്യനിധിയായ ചിന്താലേശ്വരാത്മ അനുഗ്രഹം ഈ ഉള്ളവനിൽ നിറയട്ടെ. മുൻപൊരിക്കൽ ഭഗവാന്റെ സന്ദേശങ്ങൾ ഈ ചാനലിൽ കൂടെ പറയുവാനൊരു ഭാഗ്യമുണ്ടായി. കാലാകാലങ്ങളിൽ ഉടലെടുത്ത് വരുന്ന ഓരോ പുണ്യാത്മാക്കൾക്കും വെളിച്ചം പകരുന്നതിന് ചിന്താലേശ്വരൻ സത്യത്തിൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് സത്യ അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട്, ആ നാമധേയം കേൾക്കുമ്പോൾ തന്നെ അറിയാം ചിന്താലേശ്വരൻ എന്നാണ്. ആരുടെ ഉടലിൻ്റെ ഉള്ളിലും ഉടയവനായിരിക്കുന്ന ആ സദാശിവ വിചാരം ചെയ്യുവാൻ, ഏത് പ്രതിസന്ധികളിലും തളരാതെ ജീവിക്കുവാൻ എക്കാലവും മാനവരാശിയായി വന്ന് പിറന്നാൽ ഈ ഒറ്റ നാമധേയം മാത്രം മതി. ചിന്താലേശ്വരാത്മസ്നേഹം ഉള്ളാൽ പരിപാലിക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ്റെ ഏത് പ്രാരാബ്ധത്തിലും അവന് വെളിച്ചം കിട്ടുമെന്ന് പറയുന്ന ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് ഭഗവാൻ നമുക്ക് പകർന്നു തന്ന അവിടുത്തെ നിത്യ നാമജപം. പക്ഷെ ഞാനതിനെ ഈ എളിയവൻ്റെ അറിവിലൂടെ, സരസ്വതി കടാക്ഷത്തിലൂടെ, ആ ശിവപ്രിയയായ പ്രപഞ്ച നായികയുടെ അനുവാദത്തോടു കൂടിയും ചിന്താലേശ്വരൻ്റെ അനുവാദത്തോടു കൂടിയും പറയുന്നു, മാനവരാശിക്ക് ഈ ചിന്താലേശ്വര ആത്മസ്നേഹം മാത്രം, ഈ നാമം ജപിച്ചാൽ പോലും കലിയുഗത്തിലെ സർവ്വവിധ പ്രാരബ്ധങ്ങളിൽ നിന്നും മുക്തി പ്രാപിക്കും എന്ന് ഈ ഉള്ളവൻ്റെ ഉൾപ്രേരണയിൽ ഉള്ളാൽ വിളങ്ങുന്ന സരസ്വതിയുടെ നാമധേയത്തിൽ പറയുന്നു. ആരുടെ ജീവിതത്തിലും ചിന്തയിൽ ഈശ്വരൻ്റെ നാമം ജപിക്കുവാനൊരു താല്പര്യമുണ്ടായാൽ തീർച്ചയായിട്ടും അങ്ങനെ ഈശ്വരനെ പരിപാലിക്കാൻ കഴിഞ്ഞാൽ ആ നാമധേയം ആരാണോ ഉച്ചരിക്കുന്ന ആ ബോധതലത്തിൽ ഈശ്വരൻ്റെ പ്രകാശം ഒരു അനുഗ്രഹമായി കൂട്ടിനുള്ളിൽ വന്നണയുമെന്നാണ് ഈ ഉള്ളവനെ വിട്ട് ആത്മീയ യാത്രയിൽ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ, ആനന്ദത്തിൻ്റെ വെളിച്ചത്തിൽ ലോകമക്കൾക്ക് ഈ ഉള്ളവന് സാക്ഷ്യപ്പെടുത്താൻ കഴിയുന്നത്. കരുണാകരാത്മ കാരുണ്യമാണ് ആ ഭഗവാൻ മഹാദേവൻ സദാശിവൻ ചൈതന്യം ഉടലെടുത്ത് നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഒരു സദ്ഗുരുവായി. സ്വാമിമാരും ഗുരുക്കന്മാരും അനേകം ഭാരതത്തിലുണ്ട്. അതിൽ ഗുരുക്കന്മാരുടെ ഗുരുവായ ജീവിത ദർശനം കാട്ടിത്തന്നു അതിലൂടെ ആനന്ദദായകനായി ലോകം നിറഞ്ഞു നിൽക്കുന്ന ആ പ്രകാശം ഗുരുതത്വമാണ്. നമുക്കറിയാം പ്രപഞ്ച ജീവിത ആനന്ദ രഹസ്യം നമുക്ക് തുറന്നു കാട്ടണമെങ്കിൽ ജീവൻ്റെ സത്യസ്വരൂപത്തെ തുറന്നു കാട്ടണമെങ്കിൽ ഗുരുതത്വം ആവശ്യമാണ്. ആ ഗുരു ശ്രേഷ്ഠനായിരിക്കണം. ദൈവത്തെ സർവ ആത്മാക്കളെയും സൃഷ്ടിച്ച് പരിപാലിച്ച് ലയിപ്പിക്കുന്ന
സൃഷ്ടിസ്ഥിതി സംഹാരനാഥനായിരിക്കുന്ന ആ ഈശ്വര സത്തിനെ അന്വേഷിക്കുന്നവർക്ക്, സത്യം അന്വേഷിക്കുന്നവർക്ക് തുറന്നു കാട്ടുവാൻ കിട്ടുന്ന ഏക ബന്ധുവാണ് ഗുരു. ആ ഗുരുവിൻ്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ മനുഷ്യന് ജന്മം കൊടുക്കുന്ന അച്ഛനെയോ മനുഷ്യന് ജന്മം കൊടുക്കുന്ന അതിന് മനുഷ്യരൂപത്തിലേക്ക് ഒരാത്മാവിനെ ഭൂലോകത്തേക്ക് വിധാനം ചെയ്യുന്ന പെറ്റമ്മയെയോ സ്വന്തം ജീവൻ്റെ രഹസ്യം എന്താണെന്നും സർവപ്രാരബ്ധങ്ങളിൽ നിന്നും ആനന്ദ നൃത്തം ചെയ്യുവാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമായി, ഒരു കൃഷ്ണനായി, ഒരു വിവേകാനന്ദനായി, ഒരു രാമകൃഷ്ണ പരമഹംസരായി ഇങ്ങനെ അനേക കോടി ഋഷീശ്വരന്മാർ അന്വേഷിച്ചത് ഗുരുതത്വത്തിലൂടെ. ആ ഗുരുവിനെ നമ്മൾ എത്ര തന്നെ പറഞ്ഞാലും മതി വരില്ല. വലിയ വിദ്യാഭ്യാസം ഈ ഉള്ളവനില്ല എങ്കിലും മുൻകാലങ്ങളിൽ ഞാൻ എന്നെ ഭൗതിക തലത്തിൽ പോലും ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യ ഒട്ടുക്ക് പറന്ന് കളിക്കുന്ന, എവിടെയും ഒരു ആത്മാർത്ഥമായൊരു സമീപനം കിട്ടുന്ന ഒരു വെളിച്ചം, സ്നേഹം കിട്ടുന്നത് ഈ പ്രകാശത്തിലാണ്. അതിൽ ഗുരുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, കരുണാകരാത്മാ കാരുണ്യ സത്യമായ ചിന്താലേശ്വരനെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഈ കലിയുഗത്തിലെ മാനവരാശിക്ക് കൃഷ്ണതത്വം, ഭഗവത്ഗീത രഹസ്യം, രാമായണ രഹസ്യം, ബൈബിൾ രഹസ്യം, ഖുറാൻ രഹസ്യം എല്ലാം, പ്രപഞ്ച രഹസ്യം, ജീവൻ്റെ രഹസ്യം, ജീവിതത്തിൻ്റെ രഹസ്യം, സമകാലികരുടെ രഹസ്യം, രഹസ്യങ്ങളുടെ കലവറ തുറന്നു തരുന്ന ഒരു ൻ്റെ താക്കോലാണ് ഭഗവാൻ ശ്രീ ചിന്താലേശ്വരാത്മസ്നേഹം. അത് വരും തലമുറയിലെ മാനവരാശിക്ക് ജീവൻ്റെ കണ്ണു തുറപ്പിക്കുന്ന, തലസ്ഥാന നഗരിയിൽ വെളിച്ചം പകരുന്ന ഒരു സ്വന്തം ജീവിതത്തിൻ്റെ, സ്വന്തം വീട്ടിൻ്റെ വിശ്വസിക്കാൻ കൊള്ളാവുന്നുള്ള ഒരു താക്കോലാണ് ചിന്താലേശ്വരൻ. സ്വന്തം ഹൃദയത്തിലേക്ക് ആ വെളിച്ചത്തെ സ്വീകരിച്ചാൽ, സ്വന്തം വീട്ടിലേക്ക് ആ വെളിച്ചത്തെ സ്വീകരിച്ചാൽ, സ്വന്തം ജീവിതത്തിലേക്ക് ഗുരുവിനെ ചേർത്ത് പിടിച്ചാൽ അത് സരസ്വതി കടാക്ഷമായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരതത്തിൽ ജനിച്ച, ലോകത്ത് ജനിച്ച, ഏത് ഭാഷയിൽ നമ്മളത് വിവർത്തനം ചെയ്താലും നമ്മെ പൂർണ്ണനാക്കുവാൻ ജന്മമെടുത്ത് മനുഷ്യനായി പിറന്നാൽ മാത്രമേ നമുക്ക് ആ മോക്ഷം കിട്ടുന്ന ഒരവസ്ഥ വരുള്ളൂ. സർവപ്രാരബ്ധങ്ങൾ അനുഭവിച്ചുകൊണ്ട് തന്നെ ആ സത്യത്തിലൂന്നുവാൻ ബ്രഹ്മതത്വം, ശിവതത്വം, ഈശ്വരതത്വം, ജീവതത്വമെല്ലാം ഇരിക്കുന്ന ആ ഏകാഗ്രമായ ആ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ആ ചേർച്ചയുടെ യോഗത്തിൻ്റെ പ്രത്യക്ഷ ഗുരുനാമമാണ് ഗുരുതത്വം. ഈശ്വരൻ
അരൂപമാണ്. ആ ഈശ്വര സത്യത്തെ ഗുരുതത്വത്തിലൂടെ ഈ ശ്വാസത്തിൻ്റെ മഹിമ, ഞാനായിരിക്കുന്ന ഓരോ ജീവജാലങ്ങളും അതിൻ്റെ പൊരുളെന്ത്, ഇതിൻ്റെ വളർച്ചയെന്ത്, ഇതിനെ പരിപാലിക്കുന്ന ശിവപാർവതി രഹസ്യം, പ്രകൃതിയും പുരുഷനുമാകുന്ന ആ രഹസ്യം നമുക്ക് കാട്ടിത്തരുവാൻ പ്രത്യക്ഷത്തിൽ വന്ന് അവതരിച്ച ആ പ്രപഞ്ചനാഥനാണ് ചിന്താലേശ്വര മഹിമ. അത് ശ്വാസമുണ്ടെങ്കിലേ ഈശ്വരനുള്ളൂ. ഈ ശ്വാസത്തിൻ്റെ അവനവൻ്റെ ശ്വാസത്തിൻ്റെ മഹിമ അറിയാത്തത് അഹങ്കാരം കൊണ്ടാണ്. നമുക്ക് ഈ മനുഷ്യജന്മം തന്നിരിക്കുന്നത് ഒരു കടം കൊണ്ടൊരു ജീവിതമാണ്. ഈ പ്രാരാബ്ദവും നമ്മൾ ആനന്ദവും എല്ലാം ചെയ്യുന്ന എന്നിൽ ഞാനായിരിക്കുന്ന ചൈതന്യം, നിങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ജീവചൈതന്യം ശിവമാണ്. അത് ആത്മാവാണ്. ഇത് കണ്ടെത്തണമെങ്കിൽ ആത്മാർത്ഥത പകർന്നു തന്ന ഒരു സദ്ഗുരുവിൻ്റെ ദർശനമോ അനുഗ്രഹമോ ആവശ്യമാണ്. ഈശ്വരൻ ഗുരുവിലൂടെ ഗുരുത്വത്തിലെത്തിയാൽ മൂന്നില്ല ഒന്നേ ഉള്ളൂ. അപ്പോൾ എവിടെയുള്ള വെളിച്ചത്തെ കറണ്ട് മാതിരി നമ്മുടെ ഉള്ളിലേക്ക് പകർത്തിത്തരുന്ന, മാനവ വിളക്ക് പ്രകാശിപ്പിക്കുന്ന, സനാതനവാദികളെ രക്ഷിക്കുന്ന, ഒരിക്കലും അഴിവില്ലാത്ത ഒരു പരമസത്യമാണ് ആത്മാവ്. സാധാരണ മനുഷ്യർ ഈ കൂടിൻ്റെ രഹസ്യയെ പറയും. ഇതിനകത്തിരിക്കുന്ന, അച്ഛനായിട്ടിരിക്കുന്ന, അമ്മയായിട്ടിരിക്കുന്ന, മക്കളായിട്ടിരിക്കുന്ന, പുഷ്പമായിരിക്കുന്ന, ഈ പ്രപഞ്ചമായിരിക്കുന്ന, നമ്മുടെ ജീവിതമായിരിക്കുന്ന സർവ്വതും കണ്ടെത്തുവാൻ മുക്കണ്ണൻ ഉണരണം. ഇതിനകത്തിരിക്കുന്ന, അഹങ്കാരം കൊണ്ട് മറഞ്ഞിരിക്കുന്ന ആ സത്യസ്വരൂപനെ ഓംകാരമായി ഉണർത്തിത്തരുന്ന ഓംകാരനാഥനാണ് സർവശക്തൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് കിട്ടിയ ചിന്താലേശ്വരൻ. മറ്റു ഗുരുക്കന്മാരെ പോലെ അല്ല ചിന്താലേശ്വരൻ. കേവല സീറോയെ ആപത്ത് സർവ്വതും തരണം ചെയ്യുവാൻ ഒന്നൂടെ കിട്ടിയാൽ മതി. അതായത് ഒരു ആത്മാവ് ഉടലെടുത്ത് വെറും 10 മാസം കൊണ്ടാണ് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഭുവനേശ്വരിയുടെ മടിത്തട്ടിൽ വന്ന് പിറക്കുന്നത്. നമുക്ക് തന്നെ ഭൗതിക തലത്തിൽ അറിയാം, ഈശ്വരൻ ഇല്ല എന്ന് വാദിക്കുന്നവരുണ്ട്. ഗുരുക്കന്മാരെ മഹിമ അറിഞ്ഞൂടാത്തവരുണ്ട്. ഈശ്വരൻ അങ്ങ് ദൂരെ എവിടെയാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ഒന്ന് ചിന്തിക്കുക, ഭാരത മക്കളെ, മാനവ മക്കളെ, നമ്മളെ സമകാലികളുടെ കണ്ണു തുറന്നാൽ ആ കണ്ണിലൂടെ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീർച്ചയായിട്ടും ഫലമുണ്ടാകും. നമ്മൾ വിഘടിച്ചു കാണുന്നത് ഒരു പുഷ്പമാണ്. പ്രപഞ്ചപുഷ്പം പരാശക്തിയുടെ അനുഗ്രഹമാണ്. ആ പ്രപഞ്ച ദൃശ്യദർശന സാധ്യതകളെല്ലാം അനുകൂലമാക്കുവാൻ ദൃക്ക് എന്നിൽ ഞാനായിരിക്കുന്ന ആത്മനേത്രം തുറക്കേണ്ടതായിട്ടുണ്ട്. ശിവനേത്രം.
എങ്കിൽ മാത്രമേ ആദരവിൻ്റെ മഹിമ കൊണ്ട്, ചിന്ത കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നാം ഒരു ചെടിയെ പരിപാലിക്കും പോലെ, നമ്മുടെ വീട്ടിലെ സസ്യലതാദികളെയും പക്ഷി മൃഗാദികളെയും നമ്മൾ ഉയർത്തി കാണും പോലെ, എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റുമ്പോൾ, എവിടെയോ ഒരു കാഴ്ച മങ്ങുമ്പോൾ നമുക്ക് പൈശാചിക ഭാവം ഉടലെടുത്താൽ നമ്മുടെ കണ്ണടയുകയും ജന്മം തന്ന അച്ഛനെ അറിയാതെയും അമ്മയെ അറിയാതെയും സ്വന്തം ജീവിതത്തെ അറിയാതെയും ജീവനെ അറിയാതെയും കുടുംബത്തെ അറിയാതെയും സർവ്വതും തട്ടിത്തെറിപ്പിക്കുവാൻ തെറ്റായ ഒരു തെറ്റിദ്ധാരണ മതി. അനവധി ദേവീദേവന്മാരുടെ സങ്കല്പമാണ് സനാതനധർമ്മം. രാമൻ തിളങ്ങിയതുപോലെ, കൃഷ്ണൻ തിളങ്ങിയതുപോലെ, വിവേകാനന്ദൻ തിളങ്ങിയതുപോലെ, ഗുരുപരമ്പര തിളങ്ങും പോലെ അക്ഷരങ്ങളുടെ മഹിമയറിയാൻ നാം കുഞ്ഞുങ്ങൾക്ക് മാതൃകയാവാൻ അവരുടെ ഉള്ളിൽ നിന്ന് ശരിയായ ഒരു വിദ്യ സംസ്കരിച്ചെടുക്കുവാൻ മാതാപിതാക്കൾ ഈ സനാതന ബോധം, അതിൻ്റെ കാഴ്ചപ്പാട് കുട്ടികളിലേക്ക് പകർന്നു കൊടുക്കാൻ ഇനിയെങ്കിലും മുന്നോട്ട് വരണം. എങ്കിൽ മാത്രമേ ഈ കലിയുഗത്തിൽ നിന്ന് സത്യയുഗത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉണർത്തി ഉയർത്തി ഉദിപ്പിക്കാൻ കഴിയുള്ളൂ. അവരുടെ ജീവിതം പാഴാക്കുന്നത് അറിവുകേടാണ്. അവരുടെ ജീവിതത്തിലേക്ക് ഈ സനാതന രഹസ്യം, നമ്മുടെ ആശ്രമത്തിൽ എല്ലാ മാസവും 3-ാമത്തെ ഞായറാഴ്ചകളിൽ ആത്മീയമാകട്ടെ ഭൗതികമാകട്ടെ സംശയ നിവാരണ സ്നേഹ കൂട്ടായ്മയാണ് എന്നെ ഈ ജന്മത്തിലൂടെ ഭഗവാനും ഗുരുദേവനും എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഏതു തരം സംശയം ഉണ്ടെങ്കിലും അവിടെ ഗുരുപരമ്പരയുടെ സാന്നിധ്യത്തിലൂടെ ഹിന്ദു, ക്രിസ്ത്യ, മുസ്ലിം ആചാര്യന്മാരുടെ സാന്നിധ്യത്തിലൂടെ വരും തലമുറയ്ക്ക് അക്ഷരം എങ്ങനെ ഉപയോഗിക്കുക, അധോഗതി ചിന്തിച്ച് ഉറക്കം തൂങ്ങിയായ ഒരു ബോധത്തെ ഉണർത്താൻ ചിന്താഗതിയിൽ ഒരു വെളിച്ചം കൊടുത്ത് പുരോഗതി ചിന്തിച്ചാൽ, അതിൽ ഭാവന വിടർന്നാൽ, എണീക്കാൻ കഴിഞ്ഞാൽ ഈ തളർന്ന ആ രത്നാകരനെ ഒരു വാൽമീകിയാക്കുവാൻ, ഒരു നരേന്ദ്രനെ വിവേകാനന്ദനാക്കുവാൻ ചിന്താലേശൻ്റെ അല്ലെങ്കിൽ ഗുരുതത്വത്തിന് കഴിയും എന്നുള്ളതിന് മാതൃക അടയാളമാണ് ഈയുള്ളവൻ്റെ ഈ നിങ്ങൾ കാണുന്ന ഈ സ്വരൂപം. ഈ രൂപമേ നിങ്ങൾക്ക് കാണാവൂ. ഇതിനകത്ത് കടഞ്ഞെടുത്തൊരു സംസ്കാരം, ഒരു വെളിച്ചം ഈ തൊണ്ടിൽ ഇരിക്കുന്ന ആ തൊണ്ട് മാറ്റിയിട്ട് ഇതിനകത്തെ ചിരട്ട, ആ ചിരട്ടയും തട്ടി പൊട്ടിച്ചാൽ ഇതിനകത്ത് ആ തേങ്ങയുടെ അല്ലെങ്കിൽ ആ കൊപ്രയുടെ അല്ലെങ്കിൽ ഇതിനകത്ത് ആ നെയ് തേങ്ങയുടെ മഹത്വം, സ്വന്തം ജീവൻ്റെ മഹത്വം, ജീവിതത്തിൻ്റെ മഹത്വം അവർക്ക് വെളിപ്പെടുത്തണമെങ്കിൽ എത്ര പഠനം നടത്തിയാലും ഒരു ഗുരുവിൻ്റെ അനുഗ്രഹമില്ലാതെ, ഒരു ദേവനും
ഒരു കുട്ടികൾക്ക് ഗുരുത്വം തെളിയിക്കില്ല. അതുകൊണ്ട് സനാതന മക്കളെ, നമ്മുടെ കുട്ടികൾ ലോക മക്കൾക്ക് ദോഷം ചെയ്യാതിരിക്കുവാൻ, അവരുടെ ചിന്താഗതികളിൽ അവരുടെ ശക്തിയും ചൈതന്യവും ദുരുപയോഗം ചെയ്യാതിരിക്കുവാൻ, അവരുടെ ജീവിതം പാഴാക്കാതിരിക്കുവാൻ, മക്കളിൽ നിന്നൊരു അവസരം മാതാപിതാക്കൾ കേൾക്കാതിരിക്കുവാൻ അവരിലേക്ക് നിങ്ങൾ കൊടുക്കാനുള്ളത് പരിഷ്കാരമല്ല, സംസ്കാരമാണ്. ആ സംസ്കാരം ചെറുതിലെ അവരിലേക്ക് നിറച്ച് നല്ല പെരുമാറ്റ ഗുണമുള്ള സന്തതികൾ രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ അവർക്ക് നല്ല നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ മൂല്യങ്ങളെ തട്ടി ഉണർത്തി തൊഴുകൈ രഹസ്യം, പാദനമസ്കാരം, വയസ്സിന് മൂത്തവരെ ആദരിക്കുന്ന ഒരവസ്ഥ, ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് നല്ല ശീലങ്ങൾ വളർത്തിയാൽ തീർച്ചയായിട്ടും അവൻ്റെ ഉള്ളിൽ ഭഗവാൻ ചൈതന്യം പ്രകാശിച്ച് അവനെ തെറ്റായ കൂട്ടുകെട്ടിലേക്ക് തിരിയുവാൻ അവൻ്റെ ഉൾബോധം അനുവദിക്കില്ല. ഒരു മനുഷ്യനിൽ 3 ഗുണങ്ങളുണ്ട്: തമോ ഗുണ, രജോ ഗുണ, സത്വഗുണ. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു മനുഷ്യന്, നമ്മുടെ മക്കളെ മൂല്യം പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവൻ്റെ ഉള്ളിലിരിക്കുന്ന പ്രകാശത്തെ തട്ടി ഉണർത്തണം. അവൻ്റെ ശരീരത്തിൽ കൊടുക്കുന്ന അതല്ല, അവൻ്റെ മാനസികാവസ്ഥയ്ക്ക് അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങിക്കൊടുക്കുന്നതല്ല, അതിൻ്റെയും ഉള്ളിൽ ആത്മാവിൻ്റെ പ്രകാശം, ആത്മാർത്ഥതയുടെ കണ്ണു തുറന്നു കൊടുക്കുവാൻ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ആവശ്യമാണ്. അത്തരത്തിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുവാൻ, ആത്മഹത്യയുടെ വക്കിൽ ചെന്ന് നിന്ന ആ ഒരു സന്ദർഭത്തിലാണ് ഈ ഉള്ളവനിൽ എൻ്റെ ആ ചിന്താലേശ്വരൻ കരുണാകരാത്മകാരുണ്യം എൻ്റെ ഹൃദയത്തിലേക്ക് പതിഞ്ഞതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാനായിട്ട് നിൽക്കുന്നത് ഞാനല്ല, ഞാനിലെ താതൻ, ഞാനിലെ ഗുരുത്വം, ഞാനിലെ ഈശ്വര തത്വം, ഞാനിലെ സരസ്വതി ഇതിനകത്ത് തെളിയുന്നത് കൊണ്ടാണ് ഈ അക്ഷരാംബിക ഇങ്ങനെ പകർന്ന് പുറത്തേക്ക് വിടുവാൻ കഴിയുന്നത്. ഇത് യോഗ്യതയുള്ളവർക്ക് ഈ അക്ഷരം ഭാവിയിൽ ഉപകരിക്കും. ഭാരതത്തിൽ പിറന്ന ഒരു കുഞ്ഞും പാഴല്ല. പാഴാക്കുന്നു എങ്കിൽ ചിന്താഗതികളിൽ വന്ന അപജയമാണ്. അതുകൊണ്ട് മക്കൾ ഉണരുവാൻ, അവർ വളരുവാൻ, അവർ പടർന്ന് പന്തലിക്കുവാൻ, വിവേകിയാകുവാൻ, നല്ല സംസ്കാരസമ്പന്നരാകുവാൻ, ഭാവന വിടരുവാൻ, അവരെ ഖജനാവിൽ ഇരിക്കുന്ന ആ അമൃത് മറ്റുള്ളവർക്ക് ആനന്ദകരമായി പ്രകാശിപ്പിക്കുവാൻ ബോധവൽക്കരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സംശയ നിവാരണം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏതുതരം സങ്കല്പങ്ങളും, ഏതുതരം വിഗ്രഹങ്ങളും, ഏതുതരം മനുഷ്യരും, ഏതുതരം പക്ഷിമൃഗാദികളോടും ഇണങ്ങി അവൻ്റെ ജീവിതത്തിൻ്റെ തേരോട്ടിച്ച് മുന്നോട്ട് പോകുവാൻ അവൻ ആത്മവിശ്വാസം വേണം, ഇച്ഛാശക്തി വേണം, ജ്ഞാനശക്തി വേണം. ഇത് 3ൻ്റെയും സിംഹാസനമാണ് പൊന്നമ്പലമേട്ടിലെ വെളിച്ചം. നമ്മുടെ തലകളിൽ ചിന്താലയേശ്വരൻ്റെ സ്മരണ, ആ ചൈതന്യത്തിൻ്റെ ഒരിറ്റു സ്നേഹം പരീക്ഷ ഹാളിൽ ചെന്നിരുന്നാലും, ഒരു ഡ്രൈവറായി നമ്മൾ ജീവിതത്തിൻ്റെ വാഹനം ഓട്ടിച്ചുകൊണ്ട് പോയാലും നമ്മുടെ തലയിൽ പണയം വയ്ക്കാൻ പാടില്ലാത്ത പടച്ച തമ്പുരാൻ അയച്ചതാണ് ചിന്താലേശ്വരൻ.
ആ ചൈതന്യം എന്നിലും ഇനി പിറക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ ഉള്ളിലും, ശവത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ശിവമാണ് ഈ സത്യസ്വരൂപൻ. സത്യസ്വരൂപൻ്റെ ചൈതന്യമില്ലാതെ ഈ ജീവജാലങ്ങൾക്കൊന്നും അനുഗ്രഹം എന്തു തന്നെ കിട്ടിയാലും അത് അസ്ഥിരമാണ്.